ഹായ് ഹലോ വെൽക്കം ടു മൈ ഫുഡീസ് കോർണർ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്കക്കുരു മുരിങ്ങയില ഇട്ടിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്താണ്. ഇനി നമുക്കിതൊന്നൊരു കുക്കറിലേക്ക് ചേർക്കാം. ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ എന്താ ഞാനിവിടെ ചെറിയൊരു തക്കാളിൻ്റെ ഈ ഒരു കഷ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറൊന്ന് അടച്ച് വെച്ച് ഒരു 5-6 വിസിലടിച്ചിട്ട് 6 വിസിലടിച്ചതിന് ശേഷം നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അതിലേക്കുള്ള മുരിങ്ങയില ഒന്ന് ഒടിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അത് ആ മഴക്കാലമായതുകൊണ്ട് നല്ലോണം തെളുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു തുമ്പ് ഒന്ന് ഒടിച്ചിട്ടെടുക്കാം. അപ്പോൾ അത് ആ മുരിങ്ങ ഒടിച്ച് ഒക്കെ ഏർന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. എന്താ അപ്പോൾ നമ്മളെ ചക്കക്കുരു ഇവിടെ പാകത്തിന് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് കുറച്ചൊന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ. അധികം കൊടുക്കണ്ട, ഒന്നൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി നമുക്ക് അതൊന്ന് തിളക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ആ മുരിങ്ങൻ്റെ ഇല കഴുകി എടുത്തിട്ട് അതൊന്ന് അതിലേക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് മുരിങ്ങയില വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി അതിലേക്കുള്ള തേങ്ങ ചിരകിയെടുക്കണം. ഞാനിതാ ഈ ഒരു മുറി തേങ്ങയാണ് ഇതിലേക്ക് ചിരകിയെടുക്കുന്നത്. അപ്പോൾ അത് തേങ്ങ ചെറിയുള്ളിയും വെള്ളം എടുത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ട് കറി പാകാക്കി എടുക്കാം വെള്ളം കേട്ടോ. ഇനി ഇതാ ഞാനിവിടെ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് അല്ലെങ്കിൽ ഉള്ളി വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. ആ കടുകൊന്ന് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ആ കറി ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ എന്താ നമ്മൾ സിമ്പിളും ടേസ്റ്റും ആയിട്ടുള്ള ചക്കക്കുരു മുരിങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.